ഹേ ഗായ്സ്, ഇന്ന് നമ്മുടെ ജിമ്മിലെ കോച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഓരോ ദിവസത്തെ വ്യത്യാസമുള്ള കേട്ടോ ബർത്ത്ഡേ ഡേറ്റ്. അപ്പം ഒരുമിച്ചാട്ടോ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജിമ്മിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കേക്ക് എല്ലാം ഷെയർ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ചുപേര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോച്ചിനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് വഴിയെ പറയാം. പിന്നെ ഞാൻ കോച്ചിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓൺലൈൻ പേജിൽ നിന്ന് ഞാൻ കുറച്ച് ജ്വല്ലറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഹാക്ക് മിയാക്കോ എന്നാണ് ജ്വല്ലറി പേജിന്റെ പേര്. ഇത് ആന്റി ട്രാൻസ് ജ്വല്ലറി ആണേ. ഇപ്പൊ കോച്ചിന് ഞാൻ ഒരു മാലയും പിന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടി ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കോച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം. അതാണെങ്കിൽ നമ്മൾ വേറൊരു ഷോപ്പിലാട്ടോ കേക്ക് ഫസ്റ്റ് കൊണ്ടുപോയി കട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അത് നമ്മള് സർപ്രൈസ് ആയിട്ട് കോച്ചിനെ കൊണ്ട് ചെന്നതാണ്. നമ്മൾ പൂളിൽ പോവാണ്, കോച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുപോയതാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ഷോപ്പ് ഓപ്പൺ അല്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ആലങ്കോടുള്ള സഹർമന്തിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. പിന്നെ ഞാൻ കോച്ചിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ ഷോപ്പ് ഓപ്പൺ അല്ല. അപ്പൊ മറ്റേ നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു കേട്ടോ, പൂളിൽ പോകുന്ന വഴിയിലായിരുന്നു. അതുവരെ കോച്ചിന് ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നു കേക്കെല്ലാം കട്ട് ചെയ്തു. നമ്മൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കോച്ചും ഹാപ്പി, ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.